നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ മാർക്കറ്റ് സമയത്ത് ഒരു പ്രധാന ഗ്ലോബൽ ഈവൻ്റ് ഉണ്ടായിരുന്നത് യു.എസിൽ നിന്നുള്ളൊരു PMI ഡേറ്റയായിരുന്നു. വീക്കായിട്ടുള്ളൊരു PMI ഡേറ്റ കാരണം ഇന്നലെ യു.എസിലെ നാസ്ഡാക്ക് സീവിയർ ആയിട്ടൊരു സെല്ലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൾ ആയിട്ടുണ്ട്. NVIDIAയും ഇൻറ്റൽ എന്ന് പറയുന്ന രണ്ട് ചിപ്പ് നിർമ്മാണ കമ്പനീസ് രണ്ടും 10% ഈ രണ്ട് കമ്പനികളും 10% ഫോളായ വലിയ ഒരു സിംഗിൾ ഡേ ഫോളായിട്ട് ഇന്നലെ നാസ്ഡാക്ക് മാറി. 3.5% അഥവാ 500 പോയിൻറ്റിലേറെ നാസ്ഡാക്ക് ഇടിഞ്ഞപ്പോൾ ഡോയും അതുവഴി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും അതുവഴി ഇപ്പോൾ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം ഒരു 100 പോയിൻറ്റിലേറെ ഇടിഞ്ഞ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ള ഒരു കാര്യം. യു.എസിൽ നിന്നുള്ള വെള്ളിയാഴ്ച ദിവസം ജോബ് ഡേറ്റ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് വന്ന ഡേറ്റ ആയിരുന്നു PMI ഡേറ്റ. ഈ രണ്ട് ഡേറ്റകളും യു.എസിലെ സെപ്റ്റംബർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ PMI ഡേറ്റ യു.എസിൽ നിന്ന് ആകാംക്ഷയോടെ എന്നുള്ള ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഗ്ലോബൽ ഇവൻറ്റുകൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു 13 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി പോസിറ്റീവിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും FISും DISും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഒന്ന് കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് 576 പോയിൻറ്റ്, ഡോ 627 പോയിൻറ്റ്, FTSE അത് രണ്ടും US മാർക്കറ്റാണ്. അതിന് മുകളിലുള്ള FTSE CAC 40 ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ്. അത് മൂന്നും റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1458 പോയിൻറ്റ് ഫോളുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് തിരികെ എത്തി $2493. ബിറ്റ്കോയിൻ ഫോളായി. ബ്രന്റ് ഓയിൽ 73. ആ ഒരു അവസ്ഥയിലാണുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഇടിഞ്ഞു, വിപ്രോ ഇടിഞ്ഞു, ICICI പ്രശ്നമില്ല, HDFC ഇടിഞ്ഞു, ഡോക്ടർ റെഡ്ഡി ഇടിഞ്ഞു, റിലയൻസ് ഇടിഞ്ഞു. ഇനി ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി 51,682 PCR 1.09 എന്ന രീതിയിലാണ് ഉള്ളത്. അതായത് കൂടുതൽ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആകുമ്പോൾ അവർ ട്രബിൾ ആവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് വരുമ്പോൾ ഡിഫൻസ് സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്. ഡിഫൻസ് കൗൺസിൽ ഏകദേശം ഒരു 1.45 lakh crores അക്യൂസിഷൻസ് നടത്താനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണാണ് ഇന്നലെ കൊച്ചിൻ ഷിപ്പ്യാർഡിലും മസഡോക്കിലും ഒരു ബൈങ് കണ്ടത്. ഇനി GICRE കമ്പനി, ഗവൺമെൻറ് GICREയിലെ ഏകദേശം 7% സ്റ്റേക്ക് വിറ്റുമാറുന്നു എന്നുള്ള ന്യൂസ്. AU സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഇവർക്ക് യൂണിവേഴ്സൽ ബാങ്കിലേക്ക് വോളണ്ടറി ട്രാൻസിഷൻ നടത്താനായിട്ട് RBIയുടെ അപ്രൂവൽ ലഭിച്ചു. നസാറ ടെക് ഡെൽറ്റ കോർപ്പ് കമ്പനി ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. ഈ GST കൗൺസിൽ മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിമിംഗ് കമ്പനികൾക്കുള്ള 28% GST റിവ്യൂ ചെയ്തേക്കാമെന്നുള്ള ഒരു വാർത്തയുണ്ട്. MOL കമ്പനി അവരുടെ ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ 1.24 lakh ton കഴിഞ്ഞ ഓഗസ്റ്റിൽ അവർ കരസ്ഥമാക്കി. ONGC കമ്പനി ഉത്തർപ്രദേശിൽ വലിയൊരു പ്ലാന്റ് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓർക്കിഡ് ഫാർമ കമ്പനിക്ക് NSEയുടെയും BSEയുടെ ഭാഗത്തുനിന്ന് ഒരു NOC ലഭിച്ചു, ധനുക ലാഭമായിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോറൻറ്റ് പവർ കമ്പനി മഹാരാഷ്ട്ര ഗവൺമെൻറ്റായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. NHPC കമ്പനി ഇവർ മഹാരാഷ്ട്രയിലുള്ള വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. GR ഇൻഫ്ര കമ്പനി REC പവറായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ക്രൈസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് കമ്പനി ഇവർ വീനസ് പ്രസാദ് റിസർച്ച് സെൻ്ററായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. UPL കമ്പനി തായ്ലൻഡിലുള്ള അവാന്ത ഹോൾഡിംഗ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു അവാന്ത കമ്പനീനെ അക്യൂർ ചെയ്തു. അവാന്ത ഹോൾഡിംഗ് എന്ന് പറയുന്ന തായ്ലൻഡിലുള്ള കമ്പനീനെ UPL അക്യൂർ ചെയ്തു. ജൈനം ഫെറോ കമ്പനി ഇവരെ പുതിയൊരു സോളാർ പവർ പ്ലാന്റ് 50 കോടി രൂപ മുടക്കി കമ്പനി ചെയ്യാൻ തീരുമാനിച്ചു. സോറ്റ ഹെൽത്ത് കെയർ കമ്പനിയുടെ പുതിയൊരു മെഡിസിന് ഹെൽത്ത് കെയറിൻ്റെ അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. നമ്മുടെ ടെലഗ്രാമിൻ്റെയും നമ്മുടെ ബിസ്മേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബ് IPO മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഉണ്ടാവട്ടെ, നല്ലൊരു ട്രേഡിംഗ് ഡേ ഉണ്ടാവട്ടെ. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഗ്ലോബൽ
അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിഫ്റ്റി ഒരു നല്ലൊരു ഹയർ റേഞ്ചിലാണ് ഉള്ളത്. കോഷ്യസ് ആവുക. ശുഭദിനം. താങ്ക് യു.